ഹരി ഓം, ഹരേ കൃഷ്ണ. ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമാണെന്നത് നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ അനുഭവങ്ങളിലൂടെ നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും: നമ്മുടെ ശ്രമങ്ങൾ മാത്രം കൊണ്ട് നാം ഒരിക്കലും വിജയം കൈവരിക്കുകയില്ല. നമ്മുടെ പ്രയത്നം വിജയം വരിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടി ആവശ്യമാണ്. ദൈവാധീനം അത്യധികം ആവശ്യം തന്നെയാണ്. സമർപ്പണമുള്ളവർക്ക്, സമർപ്പണ ബുദ്ധിയോടെയുള്ള പ്രാർത്ഥന അതുള്ളവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്നും അത്തരക്കാർക്ക് അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാകുമെന്നും പരമഹംസർ ഒരു കഥയിലൂടെ ഉദാഹരിക്കുന്നു. പുഴയുടെ മറുകരയിൽ താമസിച്ചിരുന്ന ഒരു പുരോഹിതന് ഒരു പാൽക്കാരി നിത്യവും പാൽ കൊടുത്തിരുന്നു. പാൽക്കാരിയുടെ വീട് അക്കരയിലായിരുന്നതിനാൽ ഒരു കടത്ത് വള്ളത്തിലാണ് അവർ ദിവസവും പാൽ നൽകാൻ വന്നുകൊണ്ടിരുന്നത്. കടത്തുകാരൻ വൈകിയാൽ പാലും വൈകും. മിക്കവാറും ദിവസങ്ങളിൽ പാൽക്കാരി വൈകിയാണ് പുരോഹിതന് പാൽ എത്തിച്ചു കൊടുത്തിരുന്നത്. ഒരു ദിവസം വൈകി വന്ന പാൽക്കാരിയോട് പുരോഹിതൻ പറഞ്ഞു: ഈശ്വരനാമം ഉച്ചരിച്ചാൽ സംസാര സാഗരം തന്നെ നീന്തിക്കടക്കാം. നിനക്ക് ഈ കൊച്ചു പുഴ പോലും കടക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത് കേട്ട പാൽക്കാരി വിചാരിച്ചു, പുരോഹിതൻ പറഞ്ഞത് ശരിയായിരിക്കും. അദ്ദേഹം വളരെയധികം പാണ്ഡിത്യമുള്ള ആളാണല്ലോ. ശരി, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇനി ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പാൽ യഥാസമയം രാവിലെ തന്നെ കിട്ടിയപ്പോൾ പുരോഹിതൻ കാര്യം തിരക്കി. അപ്പോൾ പാൽക്കാരി പറഞ്ഞു: അങ്ങ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ കടത്തുകാരനെ കാത്തു നിൽക്കാറേയില്ല. കടത്തുകാരൻ ഉള്ളപ്പോൾ വള്ളത്തിൽ കയറി വരും. അല്ലാത്ത ദിവസമൊക്കെ ഈശ്വരനാമം ചൊല്ലിക്കൊണ്ട് പുഴയ്ക്ക് മീതെ നടന്നു വരികയാണ്. ഇത് കേട്ട പുരോഹിതൻ വളരെ അത്ഭുതപ്പെട്ടു. എന്നാലും പുറത്തൊന്നും പറഞ്ഞില്ല. എന്നിട്ട് മനസ്സാ വിചാരിക്കുകയാണ്, താൻ വെറുതെ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ പാൽക്കാരി പുഴയ്ക്ക് മീതെ നടന്നുവെന്നോ? എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയണം എന്ന് വിചാരിച്ച് പുരോഹിതൻ ആ സ്ത്രീ പുഴ നടന്നു വരുന്നത് കാണുവാൻ വേണ്ടി പിറ്റേ ദിവസം അതിരാവിലെ തന്നെ പുഴക്കരയിൽ എത്തിച്ചേർന്നു. അതാ നോക്കിയപ്പോൾ പാൽക്കാരി ജലത്തിന് മീതെ നടന്നു വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നവരെ ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല. സംശയത്തിന്റെ ഒരു കണിക പോലും ആ വിശ്വാസത്തിൽ ഉണ്ടാവരുത്. അതായത് കറകളഞ്ഞ വിശ്വാസം അനിവാര്യമാണ് ദൈവാധീനത്തിന് എന്ന് സാരം.